പ്രിയപ്പെട്ടവരെ, സാക്കിനായ നൂനിനും തെൻവീനിനും ശേഷമുള്ള വിധികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 നിയമങ്ങളുണ്ട്. ആ 5 ഹുക്കുമുകളിൽ നാലാമത്തതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇഖ്ലാബ് എന്നാണ് അതിന്റെ നിയമമുള്ളത്. നാലാമത്തെ നിയമം ഇഖ്ലാബ്. സാക്കിനായ നൂനിനും തെൻവീനിനും ശേഷമുള്ള ഇൽഹാർ പഠിച്ചു, ഇദ്ഗാം ബിഗുന്ന പഠിച്ചു, ഇദ്ഗാം ബിലാഗുന്ന പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഇഖ്ലാബാണ്. എന്താണ് ഇഖ്ലാബ്? സാക്കിനായ നൂനിനും തെൻവീനിനും ശേഷം ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം വന്നാൽ, ഇഖ്ലാബിന്റെ അക്ഷരം ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ബ എന്നുള്ളൂ. ഇൽഹാറിന് 6 അക്ഷരം ഉണ്ടായിരുന്നു, ഇദ്ഗാം ബിഗുന്നക്ക് 4 അക്ഷരം ഉണ്ടായിരുന്നു, ഇദ്ഗാം ബിലാഗുന്നക്ക് 2 അക്ഷരമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഇഖ്ലാബ് എന്നുള്ള ഹുക്മിന് ആകെ ഒറ്റ അക്ഷരേ ഉള്ളൂ. ഏതക്ഷരം? ബ. ഈ ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം സാക്കിനായ നൂനിനും തെൻവീനിനും ശേഷം ബ വന്നാൽ അവിടെ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും, എന്താണ് ഇഖ്ലാബ് എന്നാ പറയുന്നത്? സാക്കിനായ നൂനിനും തെൻവീനും ശേഷം ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മറിച്ച്, മീമാക്കി മറിക്കണം. എന്തിനെ? സാക്കിനായ നൂനിനെ പിന്നെ മീമാക്കി മറിക്കണം. സാക്കിനായ നൂനിനെ അതുപോലെ തന്നെ തെൻവീനിനെ മീമാക്കി മറിക്കണം. നൂനും തെൻവീനും ഒന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനാണ് യഥാർത്ഥത്തിൽ തെൻവീന് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നൂനിന്റെ മഹ്റജ് നമ്മൾ പഠിക്കും ഇൻഷാ അള്ളാ. നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരടുമാണ് ന, നു, നി എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പൊ ആ നൂൻ ഉച്ചരിക്കുന്നതിന് പകരം പിന്നെ അവിടെ സുക്കൂനുള്ള മീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. മീമിന്റെ മഹ്റജ് 2 ചുണ്ടുകളുടെ ഇടയാണ്. മീം ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് അടയും, നൂൻ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് അടയൂല. ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ അവിടെ സാക്കിനായ നൂനിനും തെൻവീനും പിന്നെ മീമാക്കി മറിച്ചിട്ടാണ് ഓതേണ്ടത്. മറിച്ചാൽ മാത്രം പോരാ, മണിക്കുകയും ചെയ്യണം. അപ്പൊ മീമാക്കി മറിക്കണം. എന്തിനെയാണ് മീമാക്കി മറിക്കേണ്ടത്? സാക്കിനായ നൂനിനെയും തെൻവീനിനെയും. എപ്പോഴാണ് മീമാക്കി മറിക്കേണ്ടത്? ഈ സാക്കിനായ നൂനിനും തെൻവീനിനും ശേഷം ഖുർആനിൽ എവിടെ ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും പിന്നെ മീമാക്കി മറിക്കുകയും മണിക്കുകയും ചെയ്തിട്ടാണ് ഓതേണ്ടത്. ഉദാഹരണം ഇൻഷാ അള്ളാഹ് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. സാക്കിനായ നൂനിനും തെൻവീനിനും ശേഷമുള്ള വിധികൾ നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനില് സാക്കിനായ നൂനും തെൻവീനും ശേഷമുള്ള വിധികൾ, സാക്കിനായ നൂനും തെൻവീനും ഖുർആനിൽ എവിടെ വന്നാലും നമ്മൾ അതിന്റെ നിയമങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇഖ്ലാബാണ്. നോക്കൂ നിങ്ങള്, സ്ക്രീനിൽ കാണുന്നുണ്ടാവും 4 ഇഖ്ലാബ്. ഇതിന്റെ അക്ഷരങ്ങൾ ബ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ അക്ഷരം അഥവാ ബ എന്നുള്ള അക്ഷരം സാക്കിനായ നൂനിന്റെയോ തെൻവീന്റെയോ ശേഷം വന്നാൽ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മറിച്ച് മണിച്ച് ഓതണം. സാക്കിനായ നൂനിനെയും തെൻവീനെയും പിന്നെ മീമാക്കി മറിച്ചിട്ട് മണിച്ച് ഓതണം. ഉദാഹരണം പറയാം. സമീഉൻ ബസീറുൻ. അവിടെ നോക്കൂ നിങ്ങൾ, സമീഉൻ ഐനിന് തെൻവീൻ ഉണ്ട്. ഖുർആനിൽ എവിടെ സാക്കിന നൂനും തൻവീനും വന്നാൽ ഈ അഞ്ചാലൊരു നിയമം ഉണ്ടാകും. നാലാമത്തെ നിയമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമീഉൻ തെൻവീൻ ഉണ്ട്. തെൻവീന് ശേഷം ബ എന്നുള്ള അക്ഷരം വന്നപ്പോ തെൻവീനിനെ മീമാക്കി മറിച്ചു. പിന്നെ സമീഉൻ എന്നല്ല പറയേണ്ടത്, സമീഉം എന്നാ പറയേണ്ടത്. സമീഉൻ, സമീഉം. എന്നിട്ടോ മണിക്കുകയും ചെയ്യാം. സമീഉം ബസീർ, സമീഉം ബസീർ, സമീഉൻ ബസീർ. സമീഉൻ ബസീർ എന്ന് ചുണ്ട് അടയാണ്ട് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മൾ അവിടെ തെൻവീനിനെ മീമാക്കി മറിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ അത് തെൻവീന് ശേഷം ബ ഒന്നിന്റെ ഉദാഹരണം. ഇനി സാക്കിനായ നൂനിന് ശേഷം ബ ഒന്നിന്റെ ഉദാഹരണം നോക്കൂ. സാക്കിനായ നൂനിന് ശേഷം ബ ഒന്നിന്റെ ഉദാഹരണം അൻ ബൂരിക്ക. അൻ ബൂരിക്ക. അവിടെ സാക്കിനായ നൂനിന് ശേഷം ബ വന്നപ്പോ സാക്കിനായ നൂനിനെ ശേഷമുള്ള ബ ആയതുകൊണ്ട് സാക്കിനായ നൂനിനെ മീമാക്കി മറിക്കണം. മറിച്ചാൽ മാത്രം പോലെ മണിക്കുകയും ചെയ്തിട്ട് ഓതണം. എം ബൂരിക്, എം ബൂരിക്, എം ബൂരിക്.
അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പൊ സാക്കിന നൂനും തെൻവീനും ശേഷം ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം വന്നാൽ അവിടെ സാക്കിന നൂനെയും തെൻവീനെയും മീമാക്കി മറിച്ച് മണിച്ചോദനം. ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആൻ സ്ക്രീനിൽ കൊണ്ടുവരാം. വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അള്ളാഹ് ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, സൂറത്തുൽ ബഖറ നമ്മുടെ ആദ്യത്തെ പേജിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ബഖറ ആദ്യത്തെ പേജിൽ തന്നെ എടുക്കുന്നുണ്ട് നമുക്ക് ഉദാഹരണം. മാത്രമല്ല, ഇഖ്ലാബിന്റെ സാക്കിന നൂനും തെൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് വരുമല്ലോ. അപ്പോൾ ആ ഇഖ്ലാബിനെ അറിയിക്കാൻ വേണ്ടി സാക്കിന നൂനും തെൻവീനും മുകളിൽ ചെറിയൊരു മീം ഇട്ടത് എടുത്തതായിട്ട് കാണാം. നോക്കൂ, നിങ്ങൾ 10-ാമത്തെ ആയത്ത് നോക്കൂ. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അലീമുൻ എന്നവിടെ തെൻവീൻ ഉണ്ടായിരുന്നു. അലീമുൻ, ആ തെൻവീന് ശേഷം ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം വന്നപ്പോ തെൻവീനിനെ മീമാക്കി മറിച്ച് മണിച്ചു. പിന്നെ അവിടെ തെൻവീൻ കാണൂല. തെൻവീൻ എന്താക്കിയിട്ടുണ്ട്? മീമാക്കി മറിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പിന്നെ തെൻവീനെ കാണുള്ളൂ. അലീമും ബിമ, അലീമും ബിമ, അങ്ങനെയാണ് ഓതേണ്ടത്. അവിടെ ഇഖ്ലാബിനെ അറിയിക്കാൻ വേണ്ടിയാണ് മീം. കണ്ടോ, മീമിന്റെ വള്ളി നേരെ താഴോട്ടുണ്ടെങ്കിൽ അത് ഇഖ്ലാബിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സാക്കിനായ നൂനും തെൻവീനും ഖുർആനിൽ എവിടെ വന്നാലും സാക്കിനായ നൂനെയും തെൻവീനും ശേഷം ബാ വന്നാൽ, ഖുർആനിൽ എവിടെ ബാ വന്നാലും സാക്കിനായ നൂനെയും തെൻവീനെയും എന്ത് ചെയ്യണം? മീമാക്കി മറിക്കണം. മറിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? മണിക്കുകയും ചെയ്യണം. ഇതാ 18-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സുമ്മുൻ ബുക്മുൻ, കണ്ടോ, സുമ്മുൻ എന്നുള്ള മീമിന് തൻവീൻ ഉണ്ടായിരുന്നു. ആ തൻവീന് ശേഷം ബുക്മുൻ എന്നുള്ള ബാ വന്നപ്പോ സാക്കിനായ അല്ല, അവിടെ തെൻവീനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഓതണം. സുമ്മുൻ ബുക്മുൻ, അവിടെ മീമിന് ശബ്ദം ഉണ്ടായതുകൊണ്ട് ആ മീമിന് ശബ്ദമുള്ള മീമിനെ മണിക്കണം എന്നുള്ള രൂപത്തിൽ അവിടെ വേറെ മണിക്കണം. അതിന് പുറമെ മീമിന് ശേഷം ബാ വന്നപ്പോ ഇഖ്ലാബ്, ആ അവിടെ വേറെ മണിക്കണം. അഥവാ തൻവീനെ മീമാക്കി മറിച്ച് മണിക്കണം. അതാണ് ഇഖ്ലാബ്. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. ബുക്മുൻ ഉമ്യുൻ, തൻവീന് ശേഷം അയിന് വന്നാൽ ഇൽഹാർ ആണ് നിയമം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൽഹാർ വെളിവാക്കണം, അല്ലെ? അതുപോലെ തന്നെ 19-ാമത്തെ ആയത്തിന്റെ അവസാനം നോക്കൂ. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. മുഹീത്തും ബിൽ കാഫിരീൻ. മുഹീത്തുൻ തൻവീൻ ഉണ്ടായിരുന്നു. ആ തൻവീനെ ശേഷമുള്ള ബായിൽ ചേർത്തിയപ്പോ, അല്ല, ആ തൻവീന് ശേഷം ബാ വന്നപ്പോ തെൻവീനെ മീമാക്കി മറിച്ചിട്ട് മണിച്ചിട്ടാണ് ഓതേണ്ടത്. അപ്പൊ മുഹീത്തും ബിൽ കാഫിരീൻ, വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. തെൻവീന് ശേഷം ബാ വന്നപ്പോ തെൻവീനെ ശേഷമുള്ള പിന്നെ തെൻവീനിനെ മീമാക്കി മറിച്ച് മണിച്ചിട്ട് ആണ് ഓതേണ്ടത്. അങ്ങനെ ഒരുപാട് ഉദാഹരണം ഖുർആൻ പരിശോധിച്ചാൽ കിട്ടും. ഇങ്ങനെ മീമ് മുകളിൽ എഴുതി കൊടുത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെന്തായിരിക്കും, ഇഖ്ലാബിന്റെ മീമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉദാഹരണം ഖുർആനിൽ എവിടെ സാക്കിനായ നൂനും തെൻവീനും വരികയും തൊട്ട് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉദാഹരണം ഒരുപാട് പറഞ്ഞു. ഇനി നോക്കിയാൽ കിട്ടും. നിങ്ങൾക്ക് തന്നെ വിശുദ്ധ ഖുർആൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സാക്കിനായ നൂനും തെൻവീനും ഖുർആനിൽ എവിടെ വന്നാലും തൊട്ട് ശേഷം ബാ വരികയാണെങ്കിൽ അവിടെ ഇഖ്ലാബായിരിക്കും. ആ തെൻവീനെയും ബാഇനെയും ശേഷമുള്ള ആ തെൻവീനു ശേഷം ബാഇനെയും തെൻവീനെയും സാക്കിന നൂനെയും മീമാക്കി മറിച്ച് മണിച്ച് ഓതുകയും ചെയ്യണം. ഇവിടെ 26-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. ഫയഖൂലൂന മാദാ അറാദുല്ലാഹു ബിഹാദാ മസല. അവിടെ മസലയുദില്ലു, തെൻവീന് ശേഷം യാ ആണ്, ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരാണ്. അതിന്റെ മുകളിൽ ഒരു മീമുണ്ട്. പക്ഷേ ആ മീം ഒരിക്കലും ഇഖ്ലാബിനെ കുറിക്കാനുള്ളതല്ല. അവിടെ ഇദ്ഗാം ബിഗുന്നയാണല്ലോ. പിന്നെന്തിനാ അവിടെ മീം ഇട്ട് കൊടുത്തിട്ടുള്ളത്?
അത് ഖുർആനിൽ അവിടെ വഖഫ് ചെയ്യൽ ലാസിം ആണ് എന്നറിയിക്കാൻ വേണ്ടിയാണ്, നിർബന്ധമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. മസലൻ യുദില്ലു എന്ന് കൂട്ടിയതല്ല വേണ്ടത്. മാദാ അറാദുല്ലാഹു ബിഹാദാ മസല യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. അങ്ങനെ മസല എന്നുള്ളിടത്ത് വഖഫ് ചെയ്യണം എന്നറിയിക്കാൻ വേണ്ടിയാണ് അവിടെ മീം കൊടുത്തത്. ആ മീമും ഇഖ്ലാബിന്റെ മീമും ചെറിയ വ്യത്യാസമുണ്ട്. ഈ ലാസിം ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള മീമിന്റെ വള്ളി നേരെ സൈഡോട്ടായിരിക്കും. ഇഖ്ലാബിന്റെ മീമിൽ ഇഖ്ലാബിനെ കുറിക്കാൻ എഴുതിയിട്ടുള്ള മീമിന് അതിന്റെ വള്ളി നേരെ താഴോട്ടായിരിക്കും. തൊട്ട് ശേഷമുള്ള ആയത്ത് നോക്കി, 27-ാമത്തെ ആയത്ത്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون من بعد സാക്കിന നൂന് ശേഷം ബാ വന്നിട്ടുണ്ട്. സാക്കിന നൂന് ശേഷം ബാ വന്നാൽ നൂനിനെ പിന്നെ മീമാക്കി മറിച്ച് മണിച്ചോദനം ഇഖ്ലാബാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആ മീം ഇട്ടുകൊടുത്തത്. ആ മീമിന്റെ വള്ളിയും നേരത്തെ മസല എന്നുള്ളടുത്ത് പറഞ്ഞ മീമിന്റെ വള്ളിയും കണ്ടോ? മീമിന്റെ വള്ളി ആദ്യം പറഞ്ഞ വഖഫ് ലാസിം എന്നതിനെ കുറിക്കാനുള്ള മസല എന്നുള്ളടത്തുള്ള വള്ളി നേരെ സൈഡോട്ടാണ്. മിൻ ബഅദി എന്നുള്ള ഇഖ്ലാബിനെ കുറിക്കാനുള്ള മീമിന്റെ വള്ളി നേരെ താഴോട്ടാണ്. മനസ്സിലാക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പൊ സാക്കിനായ നൂനും തൻവീനും ഖുർആനിൽ എവിടെ വന്നാലും അതിന് തൊട്ട് ശേഷം ബ വരികയാണ്. ബ എന്നുള്ള ഒരു ഇഖ്ലാബിന് ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. ബ എന്നുള്ള ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. ആ അക്ഷരം വന്നാൽ അവിടെ ഇഖ്ലാബ് ചെയ്യണം, മീമാക്കി മറിച്ച് മണിച്ചോദനം. 31-ാമത്തെ ആയത്ത് നോക്കൂ. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني أنبئ കണ്ടോ? അൻബി എന്നുണ്ടായിരുന്നത് അൻബി അംബി എന്ന് മീമാക്കി മറിച്ച് മണിച്ചോദനം. അഥവാ സാക്കിന നൂന് ശേഷം ബാ വന്നപ്പോ അവിടെ മീമാക്കി നൂനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഓതണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കിട്ടും. നന്നായിട്ട് എല്ലാവരും പഠിക്കുകയും ഒരുപാട് വിശുദ്ധ ഖുർആനിൽ ഇത്തരം ഘട്ടങ്ങൾ വന്ന ഉദാഹരണങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇഖ്ലാബും മറ്റു നിയമങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ബൈഹാട്ടാക്കാൻ പറ്റും. അല്ലാഹു തആല നാഫിഅ ഇൽമ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.